ഹേ ഓൾ, ഇന്നത്തെ വീഡിയോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. മറ്റൊന്നുമല്ല, ഒരുപാട് പേർക്കും അറിയേണ്ട കാര്യം ഇവിടുത്തെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. കുട്ടികളെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വർക്കൗട്ട് ആവുക എന്നതിനെക്കുറിച്ചാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് പബ്ലിക് സ്കൂളും ഒന്ന് ഇൻ്റർനാഷണൽ സ്കൂളുമാണ്, അതായത് പ്രൈവറ്റ് സ്കൂളും. അപ്പം നമുക്ക് ഇതെങ്ങനെ നമുക്ക് രണ്ടും പോസിബിൾ ആക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ സ്കൂളിനെ കുറിച്ച് പറഞ്ഞ് മാറ്റി വയ്ക്കാം. ഇൻ്റർനാഷണൽ സ്കൂളാകുമ്പം അമേരിക്കൻ സ്കൂള്, കനേഡിയൻ സ്കൂള്, ബ്രിട്ടീഷ് സ്കൂള്, അങ്ങനെ കുറേ ടൈപ്പുണ്ട്. ഈ പ്രൈവറ്റ് സ്കൂളുകളിലെല്ലാം ഇംഗ്ലീഷാണ് കോമൺ ആയിട്ടും അവർ സംസാരിക്കും. ടീച്ചേഴ്സ് എല്ലാം നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ലൈക്ക് നമ്മുടെ നാട്ടിലെ ഒരു CBSE സ്കൂളിലെ സിസ്റ്റം പോലെ തന്നെ പോകും. പക്ഷേ നമ്മളെ പോലെ ഇപ്പം നോർമലായിട്ടൊരു വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിക്ക് കുട്ടികളുടെ ഫീസ് താങ്ങുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു കുട്ടിയേ ഉള്ളെങ്കിൽ ഒരു പരിധി വരെ ആ പാരൻറ്റിനെ നമുക്ക് അഡ്ജസ്റ്റ് ആയി പോവാം. പക്ഷേ 2-3 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ളത് പോസിബിൾ ആവില്ല. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഫീസ് ഇയർലി ഒരു 10,000 മുതൽ 20,000 വരെ വരുന്നുണ്ട്. യൂറോ ആണ് കേട്ടോ. 10,000 to 20,000 യൂറോ വരെ ഫീസ് സ്ട്രക്ചർ വരുന്നുണ്ട്. അതുപോലെ ഒരു ചില ഫ്രഞ്ച് സ്കൂൾ ഒക്കെ ഉണ്ട്. അവിടെയാണെങ്കിൽ 8,000 യൂറോയിലാണ് മിനിമം സ്റ്റാർട്ട് ആവുന്നത്. അപ്പം നിങ്ങളുടെ ഒരു വർഷത്തെ സാലറിയും കുട്ടിയുടെ ഫീസ് സ്ട്രക്ചറും കൂടി വെച്ചിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തുക. 2 പേരൻസും വർക്കിംഗ് ആണെങ്കിൽ ഒരു കുട്ടിയെ നമുക്ക് അഡ്ജസ്റ്റായി പോവാം. പക്ഷേ നമുക്ക് വേറെ സേവിങ്സ് ഉണ്ടാവാതെ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടി തന്നെ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല. ഇൻ്റർനാഷണൽ സ്കൂള് നമ്മുടെ നാട്ടിലെ CBSE പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെ സെയിമാണ്. നമുക്ക് സംസാരിക്കേണ്ടത് ഗവൺമെൻറ് സ്കൂളിനെ കുറിച്ചിട്ടാണ്, പബ്ലിക് സ്കൂൾ. കാര്യം നമുക്ക് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള വേ ആണ് പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത്. പബ്ലിക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ആദ്യം 1ാം ക്ലാസ്സിൽ ചേർക്കേണ്ട കുട്ടിയാണെന്നുണ്ടെങ്കിൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം ഗവൺമെൻറ് തന്നെ കിൻഡർ ഗാർഡൻ ത്രൂ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ കുട്ടിയെ ആദ്യം അവിടെ വിട്ട് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടിയാണ്, സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരുപാട് ടൈം കിട്ടുകയും ഗവൺമെൻറ് പ്രോഗ്രാംസിലൊക്കെ കൂടെ തന്നെ നന്നായിട്ട് ലാംഗ്വേജ് പഠിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ സെൻറ്ററിൽ കൊണ്ടാക്കിയിട്ട് കുട്ടിയെ നല്ല രീതിക്ക് ക്രൊയേഷ്യൻ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അതല്ല, കുറച്ച് വലിയ കുട്ടിയാണെന്ന് വെച്ചോ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവിടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളുണ്ട്. സൈക്കോളജി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കുട്ടിയെ നോക്കുക. അതിൽ സൈക്കോളജിയുടെ ഒരു ടീച്ചറോ ഒരു എക്സാമിനറോ ഉണ്ടാവും, പിന്നെ ഒരു ക്രൊയേഷ്യൻ ലാംഗ്വേജിൻ്റെ ടീച്ചർ ഉണ്ടാവും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ആ കുട്ടിയുടെ ഒരു എത്രത്തോളം കുട്ടിക്ക് നോളജ് ഉണ്ട്, എത്രത്തോളം കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുന്ന കുട്ടിയാണ് എന്നുള്ള രീതിക്ക് അവർ ചെറുതായിട്ടൊന്ന് കുട്ടിയെ വാലുവേറ്റ് ചെയ്യും. അതിനുശേഷം ഇവർ തന്നെ ഒരു IB എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമുണ്ട്, ഗവൺമെൻറ് പ്രോഗ്രാമാണ്, ഫ്രീ ആണിത്. 70 hours ആണ് ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. മിക്ക കുട്ടികളും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പം അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പം എനിക്ക് അറിയാവുന്ന ഒരു ഫിലിപ്പീൻസിൻ്റെ കുട്ടികൾ 3 പേരുണ്ട്. അവർ 3 പേരും ഈ ക്ലാസ്സും അറ്റൻഡ് ചെയ്തു. സ്കൂളിൽ 2 വർഷം കൊണ്ട് തന്നെ അവർ നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് ക്രൊയേഷ്യൻസിനെ പോലെ 2 വർഷം കൊണ്ടാണ് അവർ കംപ്ലീറ്റ്ലി ലാംഗ്വേജ് പക്ക പിക്കപ്പ് ചെയ്തതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ ലെവലുണ്ട്. അത് മാത്രമല്ല, നമ്മളെ കൺട്രിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കുട്ടികൾ അത് ഗ്രാസ്പ് ചെയ്യുന്നതിൻ്റെ പവർ. എന്ന് വെച്ചാൽ ഇപ്പം ക്രൊയേഷ്യയിലെ ഒരുപാട് വാക്കുകൾ ഹിന്ദിയായിട്ട് കൂടുതൽ കണക്റ്റഡ് ആണ്. അപ്പം അങ്ങനെയൊക്കെ കണക്റ്റ് ചെയ്ത് പഠിക്കുന്നതുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളുടെയും കാലിബർ അനുസരിച്ചിരിക്കും അവരത് പിക്ക് ചെയ്യുന്ന ടൈം എന്നും പറഞ്ഞിട്ട്. ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ലാംഗ്വേജ് മാത്രം പഠിച്ചു പോയാൽ മതി. ബേസിക് തൊട്ടേ ആ കുട്ടി പഠിക്കുന്നതുകൊണ്ട് അതിന് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ വളരെ ഇച്ചിരി വലിയ കുട്ടിയാണെങ്കിൽ അവർ യൂഷ്വലി ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റും ടോപ്പിക്സും എല്ലാം പഠിക്കണം, ഒപ്പം ലാംഗ്വേജും പിക്ക് ചെയ്യണം. അങ്ങനെയുള്ള ഒറ്റ ഡിഫിക്കൽട്ടി മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ക്ലാസ്സിൻ്റെ ടൈമിങ്സ് എങ്ങനെയാണെന്ന് നോക്കാം. യൂഷ്വലി ഒരു എലമെൻ്ററി സ്കൂളിൽ
ആണ് നിങ്ങൾ ചേർക്കുന്ന കുട്ടികൾ. ഇപ്പം എലമെൻ്ററി സ്കൂളിലാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് 7 അല്ലെങ്കിൽ 8 ടൈമിലൊക്കെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഉച്ചവരെ ഉണ്ടാവുള്ളൂ. പല പല ഷിഫ്റ്റ് പോലെയാണ് ക്ലാസ്. അപ്പോൾ ഉച്ചവരെ ആണെന്നുണ്ടെങ്കിൽ 3 മണിക്ക് തീരാം, 2 മണിക്ക് തീരാം, അങ്ങനെയാണ്. അതല്ലാതെ ചില ക്ലാസ്സസ് ഉച്ചയ്ക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് നൈറ്റ് 7 ഓർ 8 വരെയൊക്കെ ആയിരിക്കും. ഈ 2 ഷിഫ്റ്റാണ് മെയിനായിട്ടും മിക്ക സ്കൂളുകളിലും ഉള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ആയാലും കാര്യങ്ങളെല്ലാം ഈ സ്കൂളിൻ്റെ ബിൽഡിങ്ങിൻ്റെ സൈസ്, കുട്ടികളുടെ എണ്ണം, ടീച്ചേഴ്സിൻ്റെ എണ്ണം അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കോമഡേഷൻ്റെ മോസ്റ്റ്ലി നിയർ ആയിട്ട് തന്നെ കുട്ടികളുടെ സ്കൂൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മിക്ക സ്കൂളിനും സ്കൂൾ ബസ് ഉണ്ട്. സ്കൂൾ ബസ്, സ്കൂൾ ഫുഡ് എല്ലാം ഫ്രീ ആണ്. ഡിപ്പെൻസ് ദ സ്കൂളാണ് കേട്ടോ അത്. എല്ലാ സ്കൂളും ഒരേപോലെ അല്ല. ചില സ്കൂളിൽ ഫ്രീ ആണ് കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ. ചില സ്കൂളിന് മാത്രം കുറച്ച് പേയ്മെൻ്റ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് വരും. അത് പല പല ഡിഫറെൻറ്റ് സ്കൂളുണ്ട്. ഈ പബ്ലിക്കിൽ തന്നെ നമുക്ക് കുറച്ച് ഇംഗ്ലീഷിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഉള്ള വേറെ സ്കൂളൊക്കെ ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അത് കുട്ടികളെ ചേർക്കേണ്ട ആവശ്യം വരുമ്പോൾ മാത്രം. തൽക്കാലം നമുക്ക് ബേസിക്കായിട്ട് ഇത്രയും മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. സോ ഗൈസ്, വീഡിയോയുടെ കൺക്ലൂഷൻ ഇതാണ്. നമുക്ക് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞതാണ് ഫീസ് സ്ട്രക്ചർ. അതിന് നിങ്ങൾ കേപ്പബിൾ ആണെങ്കിൽ മാത്രം ആ വഴി നോക്കുക. അവിടെയാണെങ്കിൽ ലാംഗ്വേജ് ഒന്നും കമ്പൽസറി അല്ല. കുട്ടിക്ക് CBSE സ്കൂളിൽ നാട്ടിലോ ഗൾഫിലോ ഒക്കെ നിന്ന് പഠിച്ച കുട്ടിക്ക് സുഖമായിട്ട് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പോകാൻ പറ്റും. അതല്ലാണ്ട് നമുക്ക് ഫീസ് കുറഞ്ഞിട്ട് ഗവൺമെൻറ് പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ കുട്ടികളായിട്ട് ഇവിടെ അറൈവായി കഴിഞ്ഞാൽ 30 ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾ സ്കൂളിൽ പോയി എൻറോൾ ആവാൻ നോക്കുക. അപ്പോൾ അവർ പറയും ഏത് ബാച്ചിലാണ്, മീൻസ് ഏത് മാസത്തിലാണ് ഇനി ക്ലാസ് തുടങ്ങുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് എഡ്യൂക്കേഷൻ കൊടുക്കുക. ലൈക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് വാക്കുകളൊക്കെ പഠിപ്പിച്ച് ഓൾറെഡി പ്രിപ്പയർഡ് ആക്കി വിടുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇപ്പോൾ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോറിൻ കൺട്രിയിലോ നിന്നൊക്കെ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ആ ഒരു മെത്തേഡുമായിട്ട് മൂവായി പോകും. അതേസമയത്ത് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർക്ക് കുറച്ച് നമ്മൾ ഫുഡ് കഴിക്കുന്ന രീതിയാണെങ്കിലും അവർ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്ന അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും അവർക്കത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അത്യാവശ്യം സ്കൂളിലെല്ലാം തന്നെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് ഇൻഫർമേഷൻ. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുള്ളവർ ഇതിന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഓൾമോസ്റ്റ് കമൻറ്റ്സിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. എല്ലാവർക്കും ബായ്.